We can do one problem in the chapter Current Electricity, example 3.8, page number 119. I just read the problem for you. The 4 amps of a Wheatstone bridge have the following resistance: AB 100 ohm, BC 10 ohm, CD 5 ohm, and DA 60 ohm. A galvanometer of 150 resistance is connected across BD. Calculate the current through the galvanometer when a potential difference of 10 volt is maintained across AC. Here an EMF E 10 volt is given, and from the positive terminal of the cell, current I moving to the point A. From there, this I is split into two, current I1 and current I2. I1 flowing through AB and reaches the point B. From there, it again split into IG and one more portion. The remaining portion means I1 in the IG കഴിഞ്ഞാലുള്ള portion I1 minus IG, and it reaches the point C. Okay, at the same time the current I2 is moving to D and IG is moving to D. From D it join together and I2 plus IG is moving along DC, and at point C all the current ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ആ കറണ്ടും പല വഴിക്ക് ഇവിടെ തിരിച്ചെത്തിയിട്ട് the same I is formed and reaches the negative terminal of the same cell. Okay, അല്ലെങ്കിലും I1 plus IG plus I2 plus IG ചെയ്താൽ IGയും IGയും കട്ടായിട്ട് നമുക്ക് I1 plus I2 കിട്ടും. I think it is clear. Listen carefully. This is BADB loop. From that, we start from A. Move our fingertip in this direction. Here, the current flow is also in the same direction. ഇവിടെ നമ്മളുടെ ഫിംഗർ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഈ കറണ്ടിൻ്റെ ഫ്ലോയും. സോ നമുക്ക് I2 ഇൻറ്റു 60 പോസിറ്റീവായിട്ട് എടുക്കുക. ദെൻ നമ്മൾ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ കണ്ട അതിൻ്റെ ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ IG-യുടെ ഡയറക്ഷൻ കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്, അതായത് മൈനസ് IG ഇൻറ്റു 15 എടുക്കുക. ദെൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതും നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ എന്തെടുക്കുക, നമുക്കത് മൈനസ് I1 ഇൻറ്റു 100 എടുക്കാം. ഓക്കെ, ഇവിടെ EMF ഒന്നും ഇല്ല, 0 EMF ആണ്. സോ ഈക്വൽ ടു 0. ഡിയിൽ നിന്ന് ഡി വരെയുള്ള പോർഷനാണ് ആദ്യം എടുത്തത്. I2 ഇൻറ്റു 60 മീൻസ് 60 I2 പോസിറ്റീവ് ആക്കി എടുത്തു. 60 I2 is taken as positive. ഇതാണ് എൻ്റെ ഫിംഗർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. എൻ്റെ ഫിംഗറിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് ഈ IG വന്നിട്ടുള്ളത്. സോ ഞാനത് മൈനസ് 15 IG ഇൻറ്റു 15 മൈനസ് 15 IG എടുക്കുന്നു. ഓക്കെ, ദെൻ നോക്കൂ, ഞാൻ ഇങ്ങോട്ടേക്ക്, അതും ഇവിടെയുള്ള ആരോ മാർക്ക് അങ്ങോട്ടാണ് ഞാൻ ഫിംഗർ മൂവ് ചെയ്യുന്നത്. ക്ലോസ്ഡ്, ഇതിങ്ങനെ ക്ലോസ് കിട്ടുന്ന ഡയറക്ഷൻ ഫിംഗർ മൂവ് ചെയ്യാണ്. സോ അത് മൈനസ് 100 ഇൻറ്റു I1 എടുക്കും. ഈ ഒരു ലൂപ്പിൽ എന്തില്ല, EMF ഇല്ല. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 0. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ആദ്യം I1 എഴുതാം. മൈനസ് 100 I1 പ്ലസ് 60 I2 മൈനസ് 15 IG ഈക്വൽ ടു 0. നമുക്കിതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ആക്കി എടുക്കാം. ഓർ ആദ്യത്തെ ടേം മൈനസ് ആയതുകൊണ്ട് മൊത്തം ഇക്വേഷനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മൈനസ് 1 കൊണ്ട് മൊത്തം ഇക്വേഷൻ, ഈ എബവ് ഇക്വേഷൻ ടോട്ടൽ ഈച്ച് ആൻഡ് എവറി ടേം ഇൻ ദ എബവ് ഇക്വേഷൻ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ -1. സോ എല്ലാ സിമ്പിൾസും റിവേഴ്സ് ആണ്. അതായത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് I1 ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 60 I2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 15 IG ഈക്വൽ ടു 0. ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഇനി -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു മൊത്തത്തിൽ, ഏതായാലും കുഴപ്പമില്ല. സോ ദിസ് വിൽ ബി 20 I1. 100 by 5 20 I1 minus 60 by 5 12 I2
plus 15/5 3ig. ഒന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടി, അത്ര തന്നെ. എത്രത്തോളം റെഡ്യൂസ് ആവുന്നു അത്രത്തോളം ഈസി ടു സോൾവ് ദ ഇക്വേഷൻസ്. നെക്സ്റ്റ് കൺസിഡർ ദ ലൂപ്പ് BCDB. BCDB, ദിസ് ഇസ് ദ ലൂപ്പ്. അപ്പം നമുക്ക് BCയിലേക്ക് ആരോ മതി. ഞാൻ ബിയിൽ നിന്ന് തുടങ്ങിയാൽ എൻ്റെ ഫിംഗർ പോകുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ കറണ്ടും എൻ്റെ ഫിംഗർ മൂവ്മെൻറ്റും സെയിം ആയതുകൊണ്ട് ഞാൻ ഇവിടെയെല്ലാം കറണ്ട് ഇൻറ്റു എന്താണ് റെസിസ്റ്റൻസിൻ്റെ പ്രോഡക്റ്റ് പോസിറ്റീവാക്കി എടുക്കുന്നു. ദാറ്റ് മീൻസ് I1 മൈനസ് IG ഇൻറ്റു 10 ഇൻറ്റു I1 മൈനസ് IG. ഞാൻ പോസിറ്റീവായിട്ടാണ് ആ ടേം എടുക്കുന്നത്. ദെൻ നിങ്ങൾ നോക്കൂ, ഞാൻ സിയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എൻ്റെ ഫിംഗർ മൂവ് ചെയ്യുന്ന ഇങ്ങോട്ട്, കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട്. സോ ഇറ്റ് ഇസ് ടേക്കൺ ആസ് -5 ഇൻറ്റു I2 പ്ലസ് IG. ദെൻ നിങ്ങൾ നോക്കൂ, ഇതൊന്ന് മേലത്തേക്ക് ബിയിലേക്ക് പോകുമ്പം ഇറ്റ് ഈസ് ഓൾസോ against my finger moving. Okay, so it is also minus 15 IG is equal to 0. Open the bracket. 10 I1 minus 10 IG minus 5 I2 minus 5 IG minus 15 IG equal to 0. അപ്പോൾ ഇതിലാകെ I1ൻ്റെ ടേം ഓൺലി 1 ടേം 10 I1. IG term 3 terms, minus 10, minus 5, minus 15, all are minus terms. So minus 30 IG. Then only 1 I2 term, minus 5 I2 equal to 0. Okay. എല്ലാറ്റിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 I1, 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 IG, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. So 1 എഴുതേണ്ട ആവശ്യമില്ല, I2. ഓക്കെ, 2 I2 minus 6 IG minus I2 equal to 0. Consider the loop ADCEA. ADCEA, അതായത് ഇതാണ് നമ്മളുടെ ലൂപ്പ്. അതായത് EMFും കൂടെ വരുന്ന ലൂപ്പാണ്. സോ എയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ സെയിം ഫിംഗർ ഡയറക്ഷനാണ്. ഇതും സെയിം ഫിംഗർ, ഇതും സെയിം, ഇതും സെയിം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ I2 ഇൻറ്റു 60 പ്ലസ് 5 ഇൻറ്റു I2 പ്ലസ് IG. ദെൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി വേറെ റെസിസ്റ്റൻസ് ടേം ഒന്നുമില്ല, ഓൺലി EMF ടേം. സോ ഞാൻ എഴുതുന്നതൊന്ന് നോക്കണേ. 60 I2 പ്ലസ് 5 ഇൻറ്റു I2 പ്ലസ് IG ഈക്വൽ ടു 10. അപ്പം 60 I2 പ്ലസ് 5 I2 പ്ലസ് 5 IG ഈക്വൽ ടു 10. അപ്പം 60 I2 പ്ലസ് 10 രണ്ട് I2 ടേംസ് ഉണ്ട്. സോ 65 I2 പ്ലസ് 5 IG equal to 10 divided by 5 we get 13 I2 plus 1 IG equal to 2. Now we get these three equations. I just write three of them together. നോക്കൂ, നമ്മൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് 2 ആൻഡ് ദിസ് ഇസ് 3 എന്ന് വിചാരിച്ചാൽ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? I1ൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2 ഇൻറ്റു 10 20 I1 കിട്ടും. 10 ഇൻറ്റു I2 മൈനസ് 10 I2 കിട്ടും. 6 ഇൻറ്റു 10 മൈനസ് 60 IG കിട്ടും ഈക്വൽ ടു 10 ഇൻറ്റു 0 0 കിട്ടും. 2ൽ നിന്ന് മോഡിഫൈ ചെയ്താണെന്ന് കിട്ടാൻ വേണ്ടി 2A എന്ന് കൊടുക്കുന്നു. 2Aയും 1ഉം ഏകദേശം ഇക്വിവാലൻ്റായി. ഇനി നിങ്ങൾ നോക്കൂ, 1ൽ നിന്ന് ഞാൻ 2A സബ്ട്രാക്ട് ചെയ്യുന്നു. ഓരോ ടേമൊന്നും കറസ്പോണ്ടിങ് ആണ്. 20 I1ൽ നിന്ന് 20 I1 സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടും. മൈനസ് 12 I2ൽ നിന്ന് മൈനസ് 10 I2 സബ്ട്രാക്ട് ചെയ്താൽ, അതായത് മൈനസ് 12 I2ൽ നിന്ന് മൈനസ് 10 I2 സബ്ട്രാക്ട് ചെയ്യാൻ ചെയ്ത് രണ്ടും കൂടെ പ്ലസ് ആയിട്ട്
മൈനസും പ്ലസും കൂടെ നമുക്ക് എന്താ കിട്ടുക? -2i2 ആണ് കിട്ടുക. -2i2. ദെൻ +3ig-യും -60ig-യും നോക്കൂ. 3ig -60ig അല്ലേ? നേരത്തെ പോലെ ഇത് പ്ലസ് ആവും. അപ്പോൾ 63 +63ig ആവും ഈക്വൽ ടു 0. നമുക്ക് എന്താണ് ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. എനിക്ക് -2i2 = -63ig എന്ന് എഴുതാം. നോക്കൂ, രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. ഈ മൈനസ് ഇപ്പുറം വന്നാൽ ഇങ്ങനെ വരും. ഓക്കെ. ദെൻ i2 = എന്ത് എഴുതാം? 63/2ig എന്ന് എഴുതാം. 63/2 മീൻസ് 6-ലെ 2 3 times 31.5 ig എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമുക്ക് 5 എന്ന് കൊടുക്കാം. പുട്ട് ഇക്വേഷൻ 5 ഇൻ ഇക്വേഷൻ 3 കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 13 i2യുടെ പൊസിഷനിൽ 31.5 ig എന്ന് കൊടുത്താൽ മതി. ഓക്കെ. പ്ലസ് ig = 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ പ്ലസ് ig കൊടുത്തു = 2. ഓക്കെ ആണല്ലോ. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 13 × 31.5. അപ്പോൾ 315 × 13 ചെയ്യുക. 5 × 3 15. 4095. ഇവിടെ ഒരു ഇത് ആക്ച്വലി 31.5 ആണ്. സോ ഒരു ഡെസിമൽ പോയിന്റ് വരും, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് വരും. പ്ലസ് ig = 2. അപ്പം ഇത് 409 മീൻസ് 410.5 ig = 2 വരും. ദാറ്റ് മീൻസ് ig = 2/410.5. ഈ ഒരു 2-ന് 410.5 കൊണ്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്. അപ്പോൾ ഒരു ഡെസിമൽ പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 2 0 വരുള്ളൂ. ക്ലിയർ? 4.87 എഴുതുമ്പോൾ × 10⁻³ ആംപിയർ കിട്ടും. അതുകൊണ്ട് എനിക്ക് 4.87 × മില്ലി ആംപിയർ എന്ന് എഴുതാം. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ? താങ്ക് യു.